ഹായ് ഓൾ, നമുക്കിന്ന് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കാണെങ്കിലും എല്ലുകൾക്കും അതുപോലെ അയൺ ഡെഫിഷ്യൻസിക്കാർക്കൊക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. അതുപോലെ തന്നെ ഇത് ഡയബറ്റീസ് ഉള്ളവർക്കും ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഇതുപോലെ പുറം ബ്ലാക്ക് കളറായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്, കാരണം ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പഴം വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം യൂസ് ചെയ്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴം ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മുരിയിച്ചെടുക്കണം. നിങ്ങൾ ഇത്തിരി കൂടി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ പാത്രം എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടില്ല. ഇത് അത്രത്തോളം നന്നായി മൊരിയണം. ഇതിപ്പോൾ അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/3 കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അതായത് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ കറക്റ്റ് കപ്പ് മെഷർമെൻറ്റിലാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതുകൂടി നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ടൊരു 3 ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ശർക്കരപ്പാനിയാണ്. ഇത് ഒരു ശർക്കര അരിച്ചെടുത്തിട്ടുള്ള പാനിയാണ്. ഇതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ഏലക്കായ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി തിളയ്ക്കാനായിട്ടോ ചൂടാകാനായിട്ടോ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു മെഷർമെൻറ്റിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ഇത് കറക്റ്റ് ഒരു മെഷർമെൻറ്റാണ്. നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് വെള്ളമോ പാലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ സ്പാച്ചിൽ വെച്ച് തന്നെ കുഴച്ചെടുത്താലും മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് കുഴച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് ഒരു ബോൾ ഷേപ്പിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ബോൾ ഷേപ്പിൽ ഒരു ലഡുവിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ നിങ്ങൾക്കിതിനെ ആവി കയറ്റി വേവിക്കാവുന്നതാണ്. ഞാനിവിടെ 2 തട്ടുകളിലായിട്ട് മുഴുവനായിട്ടും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 6 മിനിറ്റോളം വേവിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇത് 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെയും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പല ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഹെൽത്തി സ്നാക്ക് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്.